ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലെയേർഡ് അപ്രോച്ച് ഇൻ നെറ്റ്വർക്ക് മോഡൽസ് അഥവാ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഏതൊരു കമ്പ്യൂട്ടറിനകത്തും നെറ്റ്വർക്കിങ്ങിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പോണൻസ് പല ലെയറിലായിട്ടാണ് ആ കമ്പ്യൂട്ടറിൽ ഉള്ളത്. അങ്ങനെ ഓരോ ലെയർ അതിൻ്റെ ജോലി പെർഫോം ചെയ്തിട്ടാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങളൊരു ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ മീഡിയ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്മിഷൻ മീഡിയയിലൂടെ സിഗ്നലായിട്ട് ഇറങ്ങുന്നിടം വരെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് കൺവേർട്ട് ചെയ്ത് സിഗ്നലായി മാറുന്നത് ഈ കമ്പ്യൂട്ടറിനകത്ത് ഈ സോഫ്റ്റ്വെയർ കമ്പോണൻസ് പല ലെയറിലായിട്ട് ആക്ട് ചെയ്യുന്നതാണെന്ന് കഴിഞ്ഞ വീഡിയോ ട്യൂട്ടോറിയലിൽ നിങ്ങൾ കണ്ടു. അപ്പോൾ ആ ലെയേർഡ് അപ്രോച്ച് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് ലെയർ തമ്മിൽ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. രണ്ട് ലെയർ തമ്മിലുള്ള ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഡയഗ്രം ഒന്ന് നോക്കുക. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ എക്സാമ്പിളിനകത്ത് 7 ലെയറുള്ള ഒരു മോഡലാണ് മറ്റൊരു കമ്പ്യൂട്ടർ ഒരു എക്സാമ്പിളായിട്ട് ഈ വീഡിയോ ട്യൂട്ടോറിയൽ എടുത്തിരിക്കുക. ഇവിടെ നോക്കിയേ, 5 ലെയർ ഉള്ള ഒരു ഹോസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെൻഡിങ് കമ്പ്യൂട്ടറിനെയാണ് ഇവിടെ ഹോസ്റ്റ് 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റിസീവിങ് കമ്പ്യൂട്ടറിനെയാണ് ഹോസ്റ്റ് 2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റ് 1-ൽ നിന്ന് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ആ മെസ്സേജ് 5 ഡിഫറെൻറ്റ് ലെയേഴ്സിൽ കൂടി സഞ്ചരിച്ച് വേണം ഫിസിക്കൽ മീഡിയത്തിലൂടെ എത്തേണ്ടുന്നത്. ഫിസിക്കൽ മീഡിയത്തിലൂടെ സിഗ്നലിൻ്റെ രൂപത്തിലൂടെ ഇത് സഞ്ചരിച്ച് ഡയഗ്രം നോക്കുക, എന്നിട്ട് റിസീവറിലേക്ക് എത്തും. റിസീവറാണ് ഹോസ്റ്റ് 2. നിങ്ങൾ മേളിലോട്ട് നോക്കിയ ഹോസ്റ്റ് 1, ഹോസ്റ്റ് 2 രണ്ട് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറിനകത്തെ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ കമ്പോണൻസിനെയാണ് ലെയേർഡായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് എന്താ? ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ലെയർ 5ഉം ലെയർ 4ഉം നിങ്ങൾ പരിശോധിച്ചേ, ലെയർ 4ഉം ലെയർ 3ഉം പരിശോധിച്ചേ, ലെയർ 3ഉം ലെയർ 2ഉം ലെയർ 1ഉം ഇവ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഒരു ലെയറും മറ്റൊരു ലെയറും തമ്മിലുള്ള സെപ്പറേഷന് പറയുന്ന പേരാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ലെയർ 4ഉം 5ഉം തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ട്. അതിനെ ലെയർ 4/5 4/5 ഇൻ്റർഫേസ് എന്ന് പറയാം. അപ്പോൾ 4ഉം 5ഉം ലെയറും തമ്മിലുള്ള ഇൻ്റർഫേസ്. അടുത്തത് ലെയർ 3/4 ഇൻ്റർഫേസ്. അടുത്തത് ലെയർ 2/3 ഇൻ്റർഫേസ്. അടുത്തത് ലെയർ 1/2 ഇൻ്റർഫേസ്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് ലെയർ ഇല്ല. ലെയർ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? ലെയർ 1-ൽ എത്തുന്ന ഡാറ്റ യൂണിറ്റ് പിന്നെ സിഗ്നലാക്കി മാറ്റുകയാണ് ലെയർ 1. ഓക്കെ, അത് ഫിസിക്കൽ മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്നു. അത് പല വഴിയിൽ കൂടെ പോയി ഫൈനലായിട്ട് ഹോസ്റ്റ് 2 അഥവാ ഡെസ്റ്റിനേഷനിൽ എത്തും. ഡെസ്റ്റിനേഷനിൽ ഏത് രൂപത്തിലാണ് എത്തുന്നത്? സിഗ്നലിൻ്റെ രൂപത്തിലാണ് എത്തുന്നത്. ഈ സിഗ്നലിൻ്റെ രൂപത്തിൽ എത്തുന്ന ഈ ഡാറ്റയെ ആ ഡെസ്റ്റിനേഷൻ മെഷീനിലെ ലെയർ 1 ആണ് ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിൽ കൂടെ വരുന്ന വോൾട്ടേജിൽ നിന്ന് 1 0 0 1 1 1 0 0 ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇത് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് അയച്ച അതേ ഫോമിലേക്ക്, ആ മെസ്സേജ് എങ്ങനെയാണോ അയച്ചിരിക്കുന്നത് അതേ ഫോമിലേക്ക് ലെയർ 1 എടുക്കും. എന്നിട്ട് ലെയർ 1 എന്ത് ചെയ്യും? ലെയർ 1ൻ്റെ ഹെഡറിനെ റിമൂവ് ചെയ്ത് ലെയർ 2-ലേക്ക് കൊടുക്കും. ലെയർ 2 അവിടുത്തെ ഹെഡറും ട്രെയിലറും റിമൂവ് ചെയ്തതിന് ശേഷം മേളിലോട്ട് കൊടുക്കും. അങ്ങനെ മുകളിലോട്ട് എത്തി ഹോസ്റ്റ് 2-ൻ്റെ ലെയർ 5-ൽ എത്തുമ്പോൾ ഇത് ഒറിജിനൽ മെസ്സേജായി മാറാം. അപ്പോൾ ഇവിടെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാം. ഇനി അതുപോലെ തന്നെ ഒരു ലെയർ അതിൻ്റെ ഫങ്ഷൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ആ ലെയർ ചെയ്യുന്ന ഫങ്ഷൻ്റെ ഔട്ട്പുട്ടാണ് ആ യൂണിറ്റിൻ്റെ കൂടെ ഒരു ഹെഡറിനെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെയറിനകത്തും കുറച്ച് ജോലി, നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർക്ക് നടക്കണം. അങ്ങനെ ആ ജോലി അത് ചെയ്തിട്ട് തൊട്ട് താഴത്തെ ലെയറിലേക്ക് കൊടുക്കുകയാണ്. ബാക്കി ജോലി താഴത്തെ 4ാമത്തെ ലെയർ ചെയ്യാൻ പറയും. ഇനി 4ാമത്തെ ലെയർ കുറച്ച് ജോലി ചെയ്ത് 3ാമത്തെ ലെയറിലേക്ക് കൊടുക്കും. 3ാമത്തെ ലെയർ കുറച്ച് ജോലി ചെയ്ത് 2-ൽ നിന്ന് 1-ലും കൊടുക്കും. 1 ചെയ്യുന്ന ജോലിയാണ് സിഗ്നലാക്കി മാറ്റുന്നത്. അപ്പോൾ ഓരോ ലെയറിലും ഈ ജോലി ചെയ്യാൻ വേണ്ടി എന്ത് അവിടെ ഉണ്ട്? ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are basically working based on some written rules. ചില നിയമാവലി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാംസ് ആണ് ഓരോ ലെയറിലും ഉള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ ആ ലെയറിലുള്ള പ്രോട്ടോകോൾസ്. ഇപ്പോൾ ഇവിടെ കാണിച്ചേ ലെയർ 5 പ്രോട്ടോകോള് ലെയർ 5-ൽ ഇരിപ്പുണ്ട്. അത് സോഴ്സിലും ഉണ്ട്, ഡെസ്റ്റിനേഷനിലും ഉണ്ട്. യഥാർത്ഥത്തിൽ ലെയർ 5-ലെ പ്രോട്ടോകോൾ എന്ത് വർക്കാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഹെഡർ അറ്റാച്ച് ചെയ്യുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പ്രോട്ടോകോൾ ഈ ജോലി ചെയ്യുന്നത്? ഡെസ്റ്റിനേഷനിൽ ഈ മെഷീൻ്റെ ഈ യൂണിറ്റ് എത്തുമ്പോൾ അവിടുത്തെ ലെയർ 5-ന് ഇതിനെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടുന്ന ഇൻഫർമേഷനാണ് ലെയർ 5 പ്രോട്ടോകോൾ ഹോസ്റ്റ് 1-ൽ ചെയ്യുന്നത്.
അപ്പോൾ ഹോസ്റ്റ് 1-ലെ ലെയർ 5 പ്രോട്ടോകോൾ ചെയ്യുന്ന വർക്ക് ഹോസ്റ്റ് 2 അഥവാ ഡെസ്റ്റിനേഷനിലെ ഈ യൂണിറ്റ് എത്തുമ്പോൾ അവിടുത്തെ ലെയർ 5 പ്രോട്ടോകോൾ പരിശോധിക്കാൻ വേണ്ടിയാണ്. ലെയർ 4 പ്രോട്ടോകോൾ എന്തിനു വേണ്ടി ചെയ്യുന്നത്? ഡെസ്റ്റിനേഷനിലെ ലെയർ 4 പ്രോട്ടോകോൾ പരിശോധിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോ ലെയറും ഈ ഡോട്ടഡ് ലൈനായിട്ട് നിങ്ങൾ കാണിച്ചിരിക്കുന്നുണ്ടോ? ലെയർ 5 പ്രോട്ടോകോൾ, ലെയർ 4 പ്രോട്ടോകോൾ, ലെയർ 3 പ്രോട്ടോകോൾ, ലെയർ 2 പ്രോട്ടോകോൾ, ലെയർ 1. ഓരോ ലെയറിലും ഇരിക്കുന്ന പ്രോട്ടോകോള് അടുത്ത ഡെസ്റ്റിനേഷൻ്റെ മെഷീനിലെ ആ ലെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഈ ആരോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ലെയർ 5-ൽ നിന്ന് ഡയറക്റ്റ് ലെയർ 5-ലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ് ഡാർക്ക് ലൈനിൽ ഡബിൾ ആരോസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ലെയർ 5-ൽ നിന്ന് ഡാർക്ക് ലൈൻ 4-ലേക്കേ ഉള്ളൂ, 4-ൽ നിന്ന് 3, 3-ൽ നിന്ന് 2, 2-ൽ നിന്ന് 1, 1-ൽ നിന്ന് ഫിസിക്കൽ മീഡിയ. തിരിച്ചും ഇതേ മെഷീൻ തന്നെ റിസീവറായിട്ട് ആക്ട് ചെയ്യാലോ. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഫിസിക്കൽ മീഡിയത്തിലൂടെ വരുന്ന സിഗ്നൽസിനെ തിരിച്ച് 1-ൽ നിന്ന് 2, 2-ൽ നിന്ന് 3 അങ്ങനെ. അപ്പോൾ രണ്ട് മെഷീനും 2 വേ കമ്മ്യൂണിക്കേഷനാണ് പോസിബിൾ. എങ്ങനെ പോസിബിൾ ഉള്ളൂ? 5-ൽ നിന്ന് 4, 4-ൽ നിന്ന് 3, 3-ൽ നിന്ന് 2, 2-ൽ നിന്ന് 1, അല്ലെങ്കിൽ 1-ൽ നിന്ന് 2, 2-ൽ നിന്ന് 3, 3-ൽ നിന്ന് 4, 4-ൽ നിന്ന് 5. ഓക്കെ, ഒരിക്കലും ലെയർ 5-ൽ നിന്ന് ഡയറക്റ്റ് ലെയർ 5-ലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. പക്ഷേ ലെയർ 5 ചെയ്യുന്ന വർക്ക് ഡെസ്റ്റിനേഷൻ മെഷീനിൽ ലെയർ 5 എത്തുമ്പോൾ ഡാറ്റ ഈ 1-ൽ നിന്ന് 2-ൽ നിന്ന് 3-ൽ നിന്ന് 4-ൽ നിന്ന് 5-ലേക്ക് എത്തത്തില്ലേ ഡെസ്റ്റിനേഷനിൽ? അവിടുത്തെ ലെയർ 5-നെ ഉദ്ദേശിച്ചാണ് ഇത് അതിന് ജോലി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ദ പാസിംഗ് ഓഫ് ദ ഡാറ്റ ആൻഡ് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ഡൗൺ ത്രൂ ദ ലെയേഴ്സ് ഓഫ് ദ സെൻഡിങ് ഡിവൈസ് and backup through the layers of the receiving device is made possible by a well-defined interface between each pair of adjacent layers. അപ്പോൾ എന്താണ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയെ പാസ് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു സെപ്പറേഷനാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ദ പാസിംഗ് ഓഫ് ഡാറ്റ ആൻഡ് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ, അതായത് നിങ്ങൾക്കറിയാമല്ലോ ഡാറ്റയുടെ കൂടെ ഒരു ഹെഡറും കൂടെ ചേർന്നിട്ടുള്ള ഒരു യൂണിറ്റാണ് തൊട്ട് താഴോട്ട് ഇറങ്ങിപ്പോകുന്നതിന്. അപ്പോൾ ഡാറ്റയുണ്ട്, നെറ്റ്വർക്ക് ഇൻഫർമേഷൻ അഥവാ കൺട്രോൾ ഇൻഫർമേഷനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് തൊട്ട് താഴത്തെ ലെയറിലേക്ക് പോകുന്നത്. ആ തൊട്ട് താഴത്തെ ലെയറിലേക്ക് പോകുമ്പോൾ ഇത് അയക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെപ്പറേഷൻ്റെ വഴിയാണ്. ഓക്കെ, ഈ ലെയർ ടു ലെയറിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫർ, അതായത് റിസീവിങ് ഡിവൈസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ലെയർ 4-ൽ നിന്ന് ലെയർ 3-ലേക്ക് അയക്കുന്നത്, 3-ൽ നിന്ന് 2-ലേക്ക് അയക്കുന്നത്. ഇത് ഒരു വെൽ ഡിഫൈൻഡ് ഇൻ്റർഫേസ് വഴിയാണ് പോകുന്നത്. നിങ്ങൾ കണ്ടോ, ലെയർ 5-ൽ നിന്ന് ചെയ്യുന്ന വർക്കെല്ലാം ചെയ്തിട്ട് തൊട്ട് താഴത്തെ 4-ലോട്ട് പോകും, 4 അതിൻ്റെ ജോലി ചെയ്തിട്ട് 3-ലോട്ട് പോകും. ഇതെല്ലാം ആ ഇൻ്റർഫേസിൽ കൂടാണ് കടന്ന് പോകുന്നത്. ഓക്കെ, ഇനി പ്രോട്ടോകോൾസ്. എവിടെ പ്രോട്ടോകോൾ ഇരിക്കുന്ന? ഓരോ ലെയറിലും പ്രോട്ടോകോൾസ് ഇരിപ്പുണ്ട്. ലെയർ 5 പ്രോട്ടോകോൾ എന്ന് പറയും. ലെയർ 4-ലുള്ള പ്രോട്ടോകോൾസ് അഥവാ പ്രോഗ്രാംസ് വിച്ച് ആർ ബേസ്ഡ് ഓൺ സം റൂൾസ്, ഓക്കെ, വിച്ച് ആർ വർക്കിംഗ് ടു ഡു ഇറ്റ്സ് പാർട്ട്. ഓരോ പ്രോട്ടോക്കോളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ജോബാണ്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? തൊട്ട് താഴത്തെ ലെയറിന് അത്രയും ജോലി അത് കുറച്ച് കൊടുക്കുക. 5-ാമത്തെ ലെയർ കുറേ ജോലി ചെയ്തിട്ട് പറയും ലെയർ 4 ഞാൻ ചെയ്യാൻ ഒക്കുന്ന എല്ലാം ചെയ്തു, ലെയർ 4-ന് ബാക്കി ചെയ്യും. ലെയർ 4 എന്ത് ചെയ്യും? ലെയർ 4-ലെ പ്രോട്ടോകോൾസ് വർക്ക് ചെയ്തിട്ട് ലെയർ 3-ലേക്ക്, അങ്ങനെ ഫൈനലി ലെയർ 1-ൽ എത്തുമ്പോൾ ലെയർ 1 പ്രോട്ടോകോളിൻ്റെ ജോലിയാണ് സിഗ്നലാക്കി മാറ്റേണ്ടത്. ഓക്കെ, നമ്മളപ്പം ലെയർ 1 പ്രോഗ്രാംസ് എന്ന് പറയുന്നതിന് പകരം പലപ്പോഴും ലെയർ 1 പ്രോട്ടോകോൾസിൻ്റെ വർക്കിംഗ് കാരണമാണ് സിഗ്നലായി മാറുന്നതെന്ന് പറയാം. അങ്ങനെ ഓരോ ലെയറിലെയും പ്രോട്ടോകോൾ അതിന് നിഷ്കർഷിച്ചിരിക്കുന്ന ചില ഫങ്ഷൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ വിത്തിൻ എ സിംഗിൾ മെഷീൻ ഈച്ച് ലെയർ കോൾസ് അപ്പോൺ ദ സർവീസസ് ഓഫ് ദ ലെയർ ബിലോ ഇറ്റ്. കണ്ടോ, ഓരോ ഹോസ്റ്റ് 1-ൻ്റെയാണ് ഈ 5 ലെയർ കാണിച്ചിരിക്കുന്നത്. ഹോസ്റ്റ് 1-ലെ ഓരോ ലെയറും എന്താ ചെയ്യുന്നത്? തൊട്ട് താഴത്തെ ലെയറിനോട് ആവശ്യപ്പെടും ബാക്കി കാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അതല്ല റിസീവറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലെയർ 4 അതിൻ്റെ ജോലി ചെയ്തിട്ട് മേളിലോട്ട് കൊടുക്കും. എന്നെ കൊണ്ട് ചെയ്യാവുന്ന ജോലിയെല്ലാം ചെയ്തു, ഇനി ലെയർ 5 നിങ്ങൾ ബാക്കി ജോലി ചെയ്യും. ലെയർ 5-ന് മേളിൽ വീണ്ടും ഒരു ലെയർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ മുകളിലത്തെ ലെയറിലോട്ട് റിസീവറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ കൊടുക്കും. സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ 5-ൽ നിന്ന് 4-ലേക്ക് കൊടുക്കും. എന്നിട്ട് പറയും 4 നിങ്ങൾ കുറച്ച് ജോലി ചെയ്യും. അങ്ങനെ 4 ജോലി ചെയ്തിട്ട് 3-ല്. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ടെക്സ്റ്റ് ഫോമിൽ ഡാറ്റ ലെയർ 5 ഇരിക്കുന്നത് ഏകദേശം ലെയർ 1 ആകുമ്പോൾ സിഗ്നലിൻ്റെ രൂപത്തിലേക്ക് മാറും. അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന താഴോട്ട് വരുമ്പോൾ ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഡയഗ്രത്തിനകത്ത് നിങ്ങൾ കാണുന്നത്.
ഇപ്പോൾ ലെയർ 3 ഫോർ എക്സാമ്പിൾ യൂസസ് ദ സർവീസസ് പ്രൊവൈഡ് ബൈ ലെയർ 2 ആൻഡ് പ്രൊവൈഡ് സർവീസസ് ഫോർ ലെയർ 4. അപ്പോൾ ഇവിടെ ലെയർ 3 ഒന്ന് എടുത്തേ. ലെയർ 3യുടെ ജോലി എന്താ? ലെയർ 3 എന്ന് പറയുന്നത് ലെയർ 2 ചെയ്യുന്ന സേവനങ്ങളുടെ ഔട്ട്പുട്ട്. ലെയർ 2 എന്ത് ചെയ്യുന്നു അത് ലെയർ 3യുടെ കയ്യിലോട്ട് കൊടുക്കും. ഞാൻ ചെയ്യാവുന്ന എല്ലാം ചെയ്തു, ഇനി ലെയർ 3 ചെയ്യും. ലെയർ 3 എന്ത് ചെയ്യും? ലെയർ 4ലേക്ക് ഇത് കൊടുക്കും. ഇനി സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ലെയർ 4 കുറച്ച് ജോലി ചെയ്തിട്ട് തൊട്ട് താഴത്തെ ലെയർ 3യുടെ കൂടെ പറയും ഞാൻ കുറേ ജോലി ചെയ്ത് ഇനി നിങ്ങൾ ഇത് സെൻഡ് ചെയ്യേണ്ടുന്നതാണ്, നിങ്ങളാണ് ബാക്കി ചെയ്യേണ്ടുന്നത്. ഇങ്ങനെയാണ് സെൻറ്ററായിട്ടും റിസീവറായിട്ടും ആക്ട് ചെയ്യുമ്പോൾ ഓരോ ലെയറും പെർഫോം ചെയ്യുക. അതാണ് ബൈ ഡയറക്ഷണൽ ആരോ നിങ്ങൾ ലെയേഴ്സ് തമ്മിൽ ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ബിറ്റ്വീൻ മെഷീൻസ് ലെയർ എക്സ് ഓൺ ഓൺ മെഷീൻ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ലെയർ എക്സ് ഓൺ അനദർ മെഷീൻ വിർച്വലി. നമുക്ക് ലെയർ 5 യഥാർത്ഥത്തിൽ ലെയർ 5 ആയിട്ട് വിർച്വൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു. ലെയർ 5ലെ പ്രോട്ടോകോൾ ആക്ട് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ഡാറ്റ ലെയർ 4ലേക്ക് തൊട്ട് താഴത്തെ ലെയറിലേക്ക് വിടും. അവിടുന്ന് താഴോട്ട് ഈ മീഡിയത്തിലൂടെ പോയിട്ടാണ് ഇത് കയറി 1 2 3 4 എന്ന് പറഞ്ഞാൽ 5ൽ എത്തുന്നത്. എന്നിരുന്നാലും ലെയർ 5ലെ പ്രോട്ടോകോൾ ചെയ്യുന്ന വർക്ക് ലെയർ 4ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല കുറച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. ലെയർ 5ലേക്ക് ഈ ഡാറ്റ യൂണിറ്റ് എത്തുമ്പോൾ അവിടുത്തെ ലെയർ 5ന് ചില പരിശോധനകൾ നടത്താൻ വേണ്ടുന്ന ആ കൺട്രോൾ ഇൻഫർമേഷനാണ് ലെയർ 5ൽ പ്രോട്ടോകോൾ ചെയ്തത്. അതുകൊണ്ടാണ് ഒരു വിർച്വൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏതൊരു ലെയർ എടുത്തു, ലെയർ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് അത് 5 ആകാം, 4 ആകാം, 3 ആകാം, 2 ആകാം, 1 ആകാം. ഏത് ലെയറിലെ പ്രോട്ടോകോളും അതിൻ്റെ ഡെസ്റ്റിനേഷൻ മെഷീനിലെ അതേ ലെയറിന് വേണ്ടുന്ന വർക്കാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഇൻഫർമേഷനാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് ഡോട്ടഡ് ആയിട്ടുള്ള ഈ ലൈൻസ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദ കമ്മ്യൂണിക്കേഷൻ ഈസ് ഗവേൺഡ് ബൈ ആൻ അഗ്രീഡ് അപ്പോൺ സീരീസ് ഓഫ് റൂൾസ് ആൻഡ് കൺവെൻഷൻസ് കോൾഡ് പ്രോട്ടോകോൾസ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലെയർ 1 ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ചില നിശ്ചിത റൂൾസിനെയും ചില നിശ്ചിത നിയമാവലിയും ബേസ് ചെയ്തിട്ട് ആണ് ലെയർ 1 ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇത് എന്തിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഡെസ്റ്റിനേഷനിലെ ലെയർ 1 ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെയർ 1 പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിയേ. ഈ ഡയഗ്രത്തിനകത്ത് ഓരോ ലെയറിലും ഓരോ സിംഗിൾ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷനാണ് താഴോട്ട് പോകുന്നത്. ഈ സിംഗിൾ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ അഥവാ മെസ്സേജ് യൂണിറ്റിന് പറയുന്ന പേരാണ് പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ്. കാരണം എന്താ? ഒരു പ്രോട്ടോകോൾ ആ ലെയറിലെ ഒരു പ്രോട്ടോകോൾ അല്ല, ആ ലെയറിലിരിക്കുന്ന സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ലെയർ 7ലെ പ്രോട്ടോകോളിൻ്റെ വർക്കിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ് തൊട്ട് താഴത്തെ ലെയറിലേക്ക് ഒരു യൂണിറ്റിനെ അയക്കുക എന്ന് പറയുന്നത്. ആ യൂണിറ്റ് കുറച്ചുകൂടെ വലുപ്പമായിട്ടാണ് താഴോട്ട് പോകുന്നത്. സെൻഡിങ് സൈഡിൽ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ലെയർ 7ൽ നിന്ന് ലെയർ 6ലേക്ക് പോകുമ്പോൾ ഒരു സ്വല്പം വലിപ്പം കൂടും. എന്തുകൊണ്ടാണ് വലിപ്പം കൂടുന്നത്? ഹെഡർ ഇൻഫർമേഷൻ അറ്റാച്ച് ചെയ്തു. അതായത് ലെയർ 7ലെ പ്രോട്ടോകോൾ വർക്ക് ചെയ്ത് ലെയർ 7ൻ്റെ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് ആക്കി മാറ്റുമ്പോൾ അവിടെ ഒരു ഹെഡർ ഇൻഫർമേഷനോട് വരുമ്പോൾ ആ ഡാറ്റ യൂണിറ്റ് പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് എന്നുള്ള പേരിൽ വരും. ഓക്കെ, അപ്പോൾ D7ൽ H7 കൂടെ ഉണ്ട്. D6ൻ്റെ കൂടെ, അതായത് D എന്ന് കാണിച്ചിരിക്കുന്ന ആക്ച്വൽ ഡാറ്റ, ഈ H എന്ന് കാണിച്ചിരിക്കുന്ന ഹെഡർ കൺട്രോൾ ഇൻഫർമേഷനാണ്. അപ്പുറത്തെ ലെയറിലെ ആ ലെയർ പരിശോധിക്കുമ്പോൾ വേണ്ടുന്ന ചില ഇൻഫർമേഷനാണ്. അതായത് പ്രോപ്പർ റിലയബിൾ ആയിട്ട് ഈ ഡാറ്റ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ പരിശോധന ഓരോ ലെയറിലും നടക്കും ഡെസ്റ്റിനേഷനിൽ. അങ്ങനെയാണ് ഫൈനലായിട്ട് ഇത് ഒറിജിനൽ രൂപത്തിലേക്ക് മാറുന്നത്. സോ ഇറ്റ് ഈസ് ദ സിംഗിൾ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റഡ് എമംഗ് പിയർ എൻറ്റിറ്റീസ് ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ പിയർ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓരോ ലെയറിലെയും യൂണിറ്റ്, ഓരോ ലെയറും, ഓക്കെ, ഇങ്ങനെ 7 ലെയർ ഉണ്ടല്ലോ, ഓരോ ലെയറിലെയും വർക്ക് ചെയ്യുന്ന എൻറ്റിറ്റീസ് താഴോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ സിംഗിൾ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷനെയാണ് പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ പ്രോട്ടോകോൾ സ്പെസിഫിക് കൺട്രോൾ ഇൻഫർമേഷൻ ആൻഡ് യൂസർ ഡാറ്റ. നിങ്ങൾ ഏതൊരു ലെയറും എടുത്തോ, അവിടെ കളേർഡ് രീതിയിൽ ഡാറ്റയെ കാണിച്ചിട്ടുണ്ട്. അതാണ് D1, D2, D3 എന്നൊക്കെ കാണിച്ചിരിക്കുന്നത്. ബ്രൗൺ കളറിൽ ഹെഡറും ഉണ്ട്. ഈ ഹെഡർ ഇൻഫർമേഷനാണ് പ്രോട്ടോകോൾ സ്പെസിഫിക് കൺട്രോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇതും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് താഴോട്ട് പോകുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? ആ ഇൻഫർമേഷൻ കളയുന്നില്ല, ആ ഇൻഫർമേഷനോടെ ചേർന്നിട്ടാണ് D4 എന്ന് കാണിച്ചത്. ഇപ്പോൾ D3ൽ D5ലെ H5 കൂടെ ചേർത്തിട്ടാണ് തൊട്ട് താഴത്തെ ലെയർ ആയിട്ടുള്ള 4th ലെയറിൽ എത്തുമ്പോൾ ആ D4 എന്ന് പറയുന്നതിന് അകത്ത് എന്ത് ഇരിപ്പുണ്ട്?
ഈ D5ന്റെ ഹെഡർ ഇൻഫർമേഷനൂടെ ഉണ്ട്, അത് നിങ്ങൾ ഓർക്കണം. ഇനി തൊട്ട് താഴത്തെ ലെയറിലോട്ട് നോക്കുക, D3 നോക്കിക്കുക. D3 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ D4 പ്ലസ് H4 ചേരുന്ന ആ യൂണിറ്റ് ആണ് D3. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു H3യും കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോട്ടോകോൾ ഡാറ്റ. അപ്പം ഇങ്ങനെ ലെയർ 1ലെ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റിനെയാണ് സിഗ്നലാക്കി മാറ്റുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇതാണ് ബേസിക് ആയിട്ടുള്ള ഏതൊരു നെറ്റ്വർക്ക് റെഫറൻസ് മോഡൽസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മോഡലിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ലെയേർഡ് അപ്രോച്ചാണ്. ഓരോ ലെയറും അതിൻ്റേതായ ജോലി ചെയ്യും. അതിനുവേണ്ടി പ്രോട്ടോകോൾസ് ഉണ്ട്. ഒരു ലെയറും തൊട്ട് താഴത്തെ ലെയറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസ് ഉണ്ട്. ഓരോ ലെയറും തൊട്ട് താഴത്തെ ലെയറിനും തൊട്ട് മുകളിലത്തെ ലെയറിനും വേണ്ടി കുറച്ച് വർക്കാണ് ചെയ്യുന്നത്. കാരണം സെൻഡറായിട്ടും റിസീവറായിട്ടും ഒരേ മെഷീൻ ആക്ട് ചെയ്യും. ഓക്കെ, ഇനി രണ്ട് പ്രധാനപ്പെട്ട റെഫറൻസ് മോഡൽസിലാണ് നമ്മളുടെ സാധാരണ കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ നിർമ്മിക്കാറുള്ളത്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രണ്ട് മോഡൽസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഓരോന്നായിട്ട് പഠിപ്പിക്കും. OSI റെഫറൻസ് മോഡൽ ഓർ ഓപ്പൺ സിസ്റ്റംസ് ഇന്റർകണക്ഷൻ റെഫറൻസ് മോഡൽ. രണ്ടാമത്തത് TCP/IP റെഫറൻസ് മോഡൽ. ഇതാണ് മോഡേൺ TCP/IP റെഫറൻസ് മോഡൽ. ഈ രണ്ട് റെഫറൻസ് മോഡലും ഇതേ കണക്ക് ലെയേർഡ് അപ്രോച്ചാണ്. അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ പഠിപ്പിച്ച 3 വീഡിയോ ട്യൂട്ടോറിയലും 2 or 3 ആവർത്തി നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് നോട്ട്സും കൂടി അതിൻ്റെ കൂടെ കേൾക്കണം. ഓക്കെ, അതും കൂടി ഇന്ന് അയക്കും. ശരി.